ഹലോ, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ പോയത് വാസോയിലുള്ള ഐക്യയിലോട്ടാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഐക്യ കണ്ടു. ഒരു സൈഡിൽ ഹോം ഇൻറ്റീരിയർ സെക്ഷനും മറു സൈഡിൽ ഹോം ഫർണിച്ചർ സെക്ഷനും. നമ്മൾ പോയത് ഹോം ഇൻറ്റീരിയർ സെക്ഷനിലോട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡൗട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. IKEA അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഐക്യ എന്നാണോ ഇക്യ എന്നാണോ? കറക്റ്റ് അറിയാവുന്നവരൊന്ന് താഴത്ത് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ ആദ്യം കയറി ചെന്നത് ഒരു ഫുൾ ഹോം സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ ഓപ്പൺ കിച്ചൺ വിത്ത് ഡൈനിങ് ഏരിയ, ഒപ്പം തന്നെ ലിവിങ് ഏരിയ ഉണ്ട്, പിന്നെ ബാത്റൂം, ബെഡ്റൂം, ഇത്രയും ഒരു സെക്ഷൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷനിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് ചെന്നത്. ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ബെഡ്റൂം, അതിനോടൊപ്പം തന്നെ ബാത്റൂമും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഐക്യ വിസിറ്റ് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും അവിടുത്തെ ഐഡിയാസും അവിടെ ഓരോ തിങ്സ് ഓർഗനൈസ് വെച്ചിരിക്കുന്ന ആ ഒരു മെത്തേഡൊക്കെ ഫോളോ ചെയ്യാൻ, അത് ക്യാപ്ചർ ചെയ്യാനൊക്കെ വരുന്ന ആളുകളാണ് കൂടുതലെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇത് ഒരു എന്താ പറയുന്നത് ലിവിങ് സ്പേസ് വിത്ത് ഓപ്പൺ കിച്ചണാണ് നമ്മളീ കാണുന്നത്. ഇപ്പോൾ എന്താ പറയുന്നത്, വീട് പണിയുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും ഓപ്പൺ കിച്ചൺ ഫുഡിൻ്റെ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാകും. കുറേ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒരൊറ്റ വീഡിയോയിൽ കയറ്റി വിടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇവിടെ ഒന്നും തീരില്ല, ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ അത് പല പല സെക്ഷനായിട്ട് നമുക്ക് കയറ്റി വിടാം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കുള്ളപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു ഫീല് തോന്നുമല്ലോ. ഇത് നെക്സ്റ്റ് നമ്മൾ കണ്ടത് ഒരു വർക്ക് സ്പേസ് വിത്ത് ലിവിങ് ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ കൂടുതലും ആൾക്കാർ ഈ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ഈ വർക്ക് സ്പേസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ഐഡിയാസുകൂടെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു അത്. ശേഷം നമ്മളിങ്ങനെ ഇറങ്ങിയത് ടീ പോസ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ, അതോടൊപ്പം തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമുക്കിങ്ങനെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് പോകാനുള്ള ഒരു സ്ഥലം, ഒരുപാട് ചെയറുകളും കട്ടിലുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇരുന്ന് പോകാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊന്നൂന് ഒരുപാട് മടുപ്പും തോന്നിയില്ല, ക്ഷീണമൊന്നും തോന്നിയില്ല. നമ്മളിങ്ങനെ പതിയെ വീഡിയോ ഒക്കെ എടുത്ത് ഓരോ കാര്യങ്ങളും കണ്ട് ഇങ്ങനെ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഐക്യ പോലുള്ളൊരു സ്ഥലം വിസിറ്റ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ ഇതുപോലൊരു സ്ഥലത്ത് പോയിട്ടില്ല. പൊന്നു അടുത്ത ട്രോളിക്കകത്ത് കയറിയിരിക്കുകയാണ്, അച്ഛയത് ഉന്തിക്കൊണ്ട് പോകുന്നുമുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെന്നത് ഇങ്ങനെ ഒരുപാട് ചെയറുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ഒരുപാട് ചെയറുകൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ കയറി ചെന്നത് ഒരു കിഡ്സ് റൂമിലോട്ടാണ്. ആ കിഡ്സ് റൂമിൽ ചെറിയൊരു ബെഡ്, സ്റ്റഡി ടേബിള്, പിന്നെ അവരുടെ തിങ്സ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഓർഗനൈസേഴ്സ് എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഐക്യയിൽ വരുന്ന ഒരുമാതിരിപ്പെട്ട 80% ആളുകളും ഇത് അവിടുത്തെ ഐഡിയാസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളാണ് കൂടുതലെന്ന് തോന്നുന്നു. അത് അവർ വീട് പണിയാണെങ്കിൽ തന്നെ അവർക്ക് ഇവിടെ കണ്ട ഐഡിയാസ് അവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ വീട് പണിയുന്ന ആൾക്കാർ ഇതുപോലുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തതിന് ശേഷം വീട് പണി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐഡിയാസ് നമുക്കവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
ബാത്റൂമിൽ ഉള്ള ഓർഗനൈസേഴ്സാണ് കേട്ടോ ഈ കാണുന്നത്. അവരുടെ വാഷ് ഏരിയ, ഓർഗനൈസിങ് ഏരിയ, വാഷിംഗ് മെഷീൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ശേഷം നമ്മൾ പോയത് കിഡ്സിൻ്റെ പ്ലേ ഏരിയയിലോട്ടാണ്. അവിടെയുള്ള സാധനങ്ങൾ പോയി ഓരോ സാധനത്തിൽ ഇങ്ങനെ കയറി എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഓർഗനൈസേഴ്സൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഒരു 3 ഓർഗനൈസർ വാങ്ങിയിട്ടോ. ഈ കാണുന്ന ചെറിയ 3 അതിന് 3 14 സ്ലോട്ടിയായി. ആ 14 സ്ലോട്ടി ഞങ്ങൾ അവിടെ വാങ്ങിയതിന് ശേഷം പുറത്ത് വേറെ ഷോപ്പിൽ ചെന്നപ്പോൾ അത് റേറ്റ് കുറഞ്ഞിരിക്കുന്ന കണ്ടു. അപ്പം നമുക്ക് ജനറലി റേറ്റ് കുറവെന്ന് പറയാനായിട്ട് പറ്റില്ല, പക്ഷേ എന്നാൽ റേറ്റ് കൂടുതലൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു ഇതാണ് എനിക്കവിടെ ഫീൽ ചെയ്തത്. പൊന്നോ അതൊക്കെ ഒന്ന് ഈ കാണുന്നതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. വേണ്ട ഒരു ഓഫീസ് സ്പേസ് വിത്ത് ലിവിങ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇത് വേണ്ടോ ഒരു ഷൂറാക്ക്. അടുത്തത് കാണുന്നത് കബോർഡാണെന്ന് വിചാരിച്ച് ഓപ്പൺ ചെയ്യാൻ ചെന്നതാണ്, പക്ഷെ അത് കബോർഡായിരുന്നില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റി കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.